ചിയ സീഡ് എങ്ങനെ കഴിക്കണം, എത്ര എടുക്കണം, 1 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്തിലൊക്കെ കൂടെ കഴിക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ്, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇതെങ്ങനെ കഴിക്കാം, ഏതൊക്കെ ഡിഷിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ബേസ്ഡ് ഓൺ സ്റ്റഡി ആൻഡ് റിസർച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഓക്കെ. Hi guys, welcome back to my channel. I'm Arun Thampi, internationally certified personal fitness trainer with a background of wrestling and football. Today we are diving deeper into the incredible world of chia seeds. ഒരു true superfood that can revolutionize your health and fitness. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചിയ സീഡ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഒരു ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരുപാടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കവർ ചെയ്തായിരുന്നു. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. സോ അതിൽ കയറി കാണുക. സോ അതിനകത്ത് ഒരുപാട് കാര്യം കവർ ചെയ്തിട്ടുണ്ട് ചിയ സീഡ്സിനെ കുറിച്ച്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഹൗ യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ചിയ സീഡ്സ് ഇൻ ടു യുവർ ഡയറ്റ് ആൻഡ് ഹൗ മച്ച് യു ക്യാൻ കൺസ്യൂം ടു ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ദാറ്റ്. അതാണ് നോക്കാൻ പോകുന്നത്. സോ എങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും, എത്രയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ, അതാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഹൗ മച്ച് ടു കൺസ്യൂം. സോ എത്രയാണ് നമ്മൾ ചിയ സീഡ് കൺസ്യൂം ചെയ്യേണ്ടത്. ചിയ സീഡ്സിനെ നമ്മളൊരു റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കൺസ്യൂം ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഉപകരിക്കുന്നത്. സോ അതിന് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പല റിസർച്ച് സ്റ്റഡിയും പറയുന്നത് 50 grams വരെ ചിയ സീഡ് കഴിച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ വിച്ച് ഇസ് ഈക്വൽ ടു 5 tablespoons ആണ് ചിയ സീഡ്സ്. ബട്ട് അത് നമ്മളൊരു ഒപ്റ്റിമമായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ഹൈ കലോറിക് കണ്ടന്റും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ചിയ സീഡ്സ് നമ്മളൊരു 5 tablespoon വരെ അങ്ങനെ പറയത്തില്ല. But based on recommendation, which is actually 1 ounce or 2 tablespoons, which is 28 grams equal to. So 28 grams of chia seeds are optimum to have all that nutritional benefit. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എല്ലാ ന്യൂട്രീഷണൽ പവർ ഹൗസിന്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്ന രീതിയിൽ ബേസ്ഡ് ഓൺ അവർ കലോറി ഇതനുസരിച്ചിട്ട് നമുക്ക് ആ 2 tablespoons which is optimum, and again 2 tablespoons of soaked chia seeds. സോ ഇത് അഗെയിൻ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ പറഞ്ഞില്ലേ, പല ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ബട്ട് വിത്ത് എ നോർമൽ പീപ്പിൾ ഇറ്റ് ഇസ് ബേസിക്കലി 2 tablespoons വാട്ട് ദേ കൻ കൺസ്യൂം. നമുക്ക് ഞാൻ ഈ പറഞ്ഞ 28 ഗ്രാമിൻ്റെ ഒരു ജസ്റ്റ് ന്യൂട്രീഷൻ പ്രൊഫൈൽ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ അതിനകത്ത് തന്നെ ഈ പറയുന്ന പോലെ തന്നെ നല്ല പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സോ അതാണ് ആക്ച്വലി ന്യൂട്രീഷൻ പ്രൊഫൈൽ. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സോ ബേസിക്കലി ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 28 gram ഓഫ് ചിയ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അറൌണ്ട് 138 calories ആണ് ചിയ സീഡ്സ്. ഈ പറഞ്ഞാൽ ഹൈലി കലോറിക് ആണ് ചിയ സീഡ്സ്. ജസ്റ്റ് 28 grams അറൌണ്ട് 138 calories ഉണ്ട്. പിന്നെ പ്രോട്ടീൻ അറൌണ്ട് 4.7 grams ഉണ്ട്, ഫാറ്റ് 8.7 grams. സോ ആൽഫോലിനോണിക് ആസിഡ് ഉണ്ട്, omega-3 ആസിഡ് ഉള്ള omega-3 ഫാറ്റി ആസിഡ്സിന്റെ കമ്പോണ്ട് ആണ് ആൽഫോലിനോണിക് ആസിഡ്, അത് 5 gram ഉണ്ട്. ദെൻ കാർബ്സ് അഗെയിൻ 11.9 gram ഉണ്ട്. ഫൈബർ ഉണ്ട് 9.8 gram, വെരി ഇമ്പോർട്ടൻറ്റ്, അത് നോട്ട് ചെയ്തോളൂ. പിന്നെ കാൽഷ്യം 14% ഓഫ് ഡെയിലി വാല്യൂ ഉണ്ട്, അയൺ ഉണ്ട് 12%, മെഗ്നീഷ്യം 23% ഓഫ് ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ ആണ്, ഫോസ്ഫറസ് 20% ഓഫ് ഡെയിലി വാല്യൂ ആണ്, സിങ്ക് ഉണ്ട് 12% ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ, വിറ്റാമിൻ B1, തയമീൻ 15% ഓഫ് ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ, ആൻഡ് then B3, നയാസിൻ 16% ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ. സോ ഈ കാണിച്ചേക്കുന്ന പോലെയാണ് പ്രൊഫൈൽ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇനിയുണ്ട്, ബട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു പാർട്ട് ഓഫ് ദ പ്രൊഫൈലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി എ ന്യൂട്രീഷണൽ പവർ ഹൗസ്. അതുകൊണ്ടാണ് അതിന് ആക്ച്വലി ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെയാണ് ചിയ സീഡ്സ് ഇസ് എ പെർഫെക്റ്റ് അഡീഷൻ ടു എനി ഡയറ്റ്. ദോസ് ഹു ആർ എയിമിംഗ് ഫോർ വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് ലോസ്, ഈ പറയുന്ന പോലെ ഇംപ്രൂവ് ഡൈജസ്റ്റൻ, ഹാർട്ട് ഹെൽത്ത്, ബോൺ ഹെൽത്ത്, ഞാൻ പറഞ്ഞത് ബോൺ മിനറൽ ഡെൻസിറ്റി ഇൻക്രീസിങ്. സോ അങ്ങനെ ന്യൂമറസ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ബേസിക്കലി ഓൺ ചിയ സീഡ്സ്. സോ ഇതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു നല്ലൊരു ഡയറ്റിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫൈബർ ഇൻടേക്ക് ആണ്. ഞാൻ നേരത്തെ ന്യൂട്രീഷൻ പ്രൊഫൈൽ കാണിച്ച പോലെ തന്നെ ദോസ് ഹു ആർ ഫൈൻഡിങ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഫൈബർ കണ്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ദിവസം ഒരു പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 tablespoons ഓഫ് ചിയ സീഡ് ക്യാൻ ഗീവ് യു അറൌണ്ട് 10 grams ഓഫ് ഫൈബർ. സോ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡീഷൻ ആണ് ടു യുവർ ഡയറ്റ്. സോ നമുക്ക് ഇന്ന് ഫൈബർ ഒന്നും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല ഫുഡിനകത്ത്. സോ യു ക്യാൻ ഈവൻ ആഡ് ദാറ്റ് 2 tablespoons of chia seed, which would give you 10 grams of fiber for that particular day. So recommended fiber എന്ന് പറയുന്നത് നമുക്കൊരു മെന്നിന്
അറൌണ്ട് 38 grams ആൻഡ് വിമന് 25 grams ഓഫ് ഫൈബർ ആണ് റെക്കമെൻഡ് ആയിട്ട് പറയുന്നു നമുക്ക് ഒരു ദിവസം നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്നത്. സോ നിങ്ങളിപ്പോൾ ആലോചിച്ചാൽ മതി, ഒരു 10 grams വരുമ്പോൾ തന്നെ അറൌണ്ട് ശരിക്കും പറഞ്ഞ ഒരു 40% കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നമുക്ക് ഒരു ഫൈബർ ഇൻടേക്ക് ഫോർ ദ ഡേ. സോ അതുകൊണ്ട് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ബട്ട് അഗെയിൻ വൺ മോർ തിങ്, ദോസ് ഹു ഹാവ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവർ, അവർക്ക് ഈ ചിയ സീഡ്സിന്റെ കൺസപ്ഷൻ വേണമെങ്കിൽ ഈ 2 ടേബിൾ സ്പൂണിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ആക്കാം. ബിക്കോസ് ചിലർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കൺസ്യൂം ചെയ്ത് വീണ്ടും ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്കിത് 1 ടേബിൾ സ്പൂൺ ആക്കി മാറ്റാവുന്നതാണ്. സോ അടുത്തെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് കൺസെപ്ഷൻ. സോ എങ്ങനെ നിങ്ങൾ തുടങ്ങാൻ പോവാണ് ആദ്യം ചെയ്യുക. സോ എൻ്റെ ഒരു പേഴ്സണൽ കൈൻഡ് ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്തൊരു ഫുഡ് ആയാലും നമ്മൾ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വെരി സ്ലോലി. സോ ലൈക്ക് യു സ്റ്റാർട്ട് വിത്ത് ഹാഫ് എ ടേബിൾ സ്പൂൺ ഓഫ് ചിയ സീഡ്സ്, then you kind of increase that over the days or week. അത് ഇൻക്രീസ് ചെയ്യുക, ഹാഫിൽ നിന്ന് 1 ആക്കുക, 1ൽ നിന്ന് 1.5 ആക്കുക, 1.5 into 2. സോ നമുക്കത് ബോഡിയെ റീഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ വരുന്നത്, ഓക്കെ ആണോ, നമ്മൾ ഹാഫ് എടുക്കുമ്പോൾ ആർ വി ഓക്കെ ഓൺ ദാറ്റ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇഫ് യു ആർ ന്യൂ ടു ചിയ സീഡ്സ്. സോ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്. സോ നമുക്കത് ബോഡി എങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റും നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ. റാദർ ദാൻ ആദ്യമേ കയറി ഒരു 2 ടേബിൾ സ്പൂൺസ് ഇട്ട് നമ്മൾ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് കഴിക്കുന്നതിനെ കാട്ടി ഈ പതുക്കെ തുടങ്ങാം. സോ ഗ്രാജുവലി ഇൻക്രീസിംഗ് ആണ്, വിച്ച് ഇസ് വെരി ഗുഡ്. ഈവൻ ഫോർ എനി എക്സസൈസ് ഓർ എനി കൈൻഡ് ഓഫ് ഡയറ്റ് ഞാൻ അങ്ങനെയാണ് നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത്. അഗൈൻ വൺ മോർ തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീപ്പിൾ ഹാവിങ് മെഡിക്കേഷൻ, pregnant women, and then people with bleeding disorders, അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസൾട്ട് യുവർ ഡോക്ടർ ബിഫോർ ടേക്കിംഗ് ഇൻ ചിയ സീഡ്സ്. അവരോട് കൺസൾട്ട് ചെയ്യുക, ഇത് എങ്ങനെ കഴിക്കണം, നമുക്ക് ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാമോ, ഓക്കെ ആണോ എന്നുള്ളതെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ടു കൺസ്യൂം, നമുക്ക് ചിയ സീഡ്സ് എങ്ങനെ കൺസ്യൂം ചെയ്യാം. ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഇസ് സോക്ക് ദം ഇൻ വാട്ടർ. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഫോർ കൺസ്യൂമിങ് ചിയ സീഡ്സ്. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. ഞാൻ സോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിയ സീഡ്സ് ഇവിടെ കാണാം. സോ ചിയ സീഡ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളവും കാണിക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സിന് അറൌണ്ട് 1/4 കപ്പ് ഓഫ് ലൂക്ക് വാം വാട്ടർ വേണം നമുക്ക്. അപ്പം ഞാൻ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. സോ നോർമലി 2 ടേബിൾ സ്പൂൺ ആണ്, ഇറ്റ് ഗോസ് ടു ഹാഫ് കപ്പ് ഓഫ് വാട്ടർ പോകും. സോ അത് നമ്മൾ ഹാഫ് എ കപ്പ് വാട്ടർ എടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ ചിയ സീഡ്സ് ഇട്ട് കഴിഞ്ഞിട്ട്. സോ വെള്ളം കുറയാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല. സോ അഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു 2 to 3 minutes or 4 minutes or 5 minutes കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കുക. കാരണം സ്റ്റെർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എല്ലാ ചിയ സീഡ്സും ഈ സോക്കായിട്ട് ബൾജായിട്ട് ജെല്ലി കൺസിസ്റ്റൻസി എത്തത്തില്ല. സോ അതുകൊണ്ടാണ് എല്ലാ ചിയ സീഡ്സും എത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ബേസിക്കലി ഒന്നും കൂടെ സ്റ്റെർ ചെയ്ത് കൊടുക്കുക. സ്റ്റെർ എത്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ജെല്ലി കൺസിസ്റ്റൻസി എത്തും. സോ എത്ര സമയം നമ്മൾ വെക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു 10 to 15 or 15 to 20 minutes, മാക്സിമം ഒരു 30 minutes കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സെമി ജെല്ലി കൺസിസ്റ്റൻസിയിൽ കൺസ്യൂം ചെയ്യാൻ തക്കത്തിലുള്ള ചിയ സീഡ്സ് അത് അബ്സോർബ് ചെയ്ത് വലുതായിട്ടുണ്ടാവും. ബട്ട് ഇഫ് യു വോണ്ട് ലൈക്ക് നല്ല ജെല്ലി കൺസിസ്റ്റൻസി വേണം, ഒരു പുഡിംഗ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഓവർനൈറ്റ് ചിയ സീഡ്സ് വെക്കണം. സോ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓവർനൈറ്റ് വെച്ച ചിയ സീഡ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഓവർനൈറ്റ് വെച്ചിട്ട് എങ്ങനെ കൺസിസ്റ്റൻസി ഇരിക്കും എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം. സോ ആ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസി ഓഫ് ചിയ സീഡ്സ് കണ്ടില്ല, നന്നായിട്ട് സോക്കായി ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലായിട്ടാണ്. അത് എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് ചിയ സീഡ്സിന്. ഇത് നമ്മൾ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൺസിസ്റ്റൻസിയാണ്. സോ ഇങ്ങനെ ബൾജ് ചെയ്ത് നമ്മൾ എടുത്ത ആപ്പാട് 1 ടേബിൾ സ്പൂൺ ആണ്, കണ്ടോ ഇതിപ്പോൾ ഫുള്ളായ ഗ്ലാസ്, നമ്മൾ എടുത്ത വെള്ളത്തിനെ വേണ്ടി ഫുള്ളായ ചിയ സീഡ്സ് ബൾജായിട്ട് സോക്ക് ചെയ്ത് നല്ല ജെല്ലി കൺസിസ്റ്റൻസി ഉള്ള ചിയ സീഡ്സ് ആയി മാറി. സോ ഇതാണ് നമ്മൾ നോർമലി കൺസ്യൂമബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചിയ സീഡ്സിലുള്ളത്, റാദർ ദാൻ കൺസ്യൂമിങ് റോ. നമ്മൾ റോ ആയിട്ട് കൺസ്യൂം ചെയ്ത് ദർ ഇസ് ഓൾവേസ് എൻ ഓപ്ഷൻ ലൈക്ക് ഇഷ്യൂ വേർ യു ഹാവ് ചോക്കിംഗ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് ബൾജ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഡിപ്പെൻഡിങ് ഓൺ യുവർ റിക്വയർമെന്റ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30 minutes കഴിഞ്ഞ് കഴിക്കാൻ സോക്ക് ചെയ്ത്, ഓർ യു വോണ്ട് ടു ഹാവ് ടു പുഡിംഗ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഐഡിയാസ് ഫോർ കൺസപ്ഷൻ. എന്തൊക്കെ രീതികളിൽ എന്തൊക്കെ ഫുഡിന്റെ കൂടെ നമുക്കിത് എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. സോ
ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് രാവിലെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് പോലെ ബൂസ്റ്റ് ഓഫ് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഡ്രിങ്ക് പോലെ നമുക്ക് കഴിക്കാം ഓവർനൈറ്റ് വെച്ചിട്ട്. അത് വൺ വേ ഓഫ് കൺസ്യൂമിങ്. സെക്കൻഡ് വേ എന്ന് വെച്ചാൽ സെയിം കൈൻഡ് ഓഫ് നമ്മൾ ഓവർനൈറ്റ് ഇട്ട് വെക്കുന്ന ചിയ സീഡ്സിന്റെ ഒരു അര ലെമൺ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് രാവിലെ തന്നെ മോർണിംഗ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ബേസിക് വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന രീതിയിൽ വിച്ച് ഇസ് വെരി ഗുഡ് ആക്ച്വലി ടു കൺസ്യൂം. നെക്സ്റ്റ് വേ ഓഫ് ഇൻകോപ്പറേറ്റിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഡിംഗ് ഉണ്ടാക്കാം, സലാഡ്സിൽ നമുക്ക് ആഡ് ചെയ്യാം, യോഗേർട്ടിന്റെ കൂടെ ആഡ് ചെയ്യാം, സൂപ്സിന്റെ കൂടെ ആഡ് ചെയ്യാം. സോ ന്യൂമറസ് വേസ് നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണോ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാം. ബിക്കോസ് അങ്ങനെയാണ് ചിയ സീഡ്സിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ലൈക്ക് ഞാൻ നേരത്തെ പോലെ സ്മൂത്തീസിൽ ആഡ് ചെയ്യാം. സോ ഇങ്ങനത്തെ എല്ലാ ഇതിനകത്തും നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു പുഡിംഗ് ചെയ്യുന്നുണ്ട്, ചിയ സീഡ് പുഡിംഗ്. ഞാൻ ആ വീഡിയോ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ യു ജസ്റ്റ് ഗോ ആൻഡ് സീ ദാറ്റ് ഓൾസോ. നല്ല രസമുള്ള പുഡിംഗ് ആണ്. നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ് ചിയ സീഡ്സിന്റെ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ യു ക്യാൻ യൂസ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ചിയ സീഡ് പുഡിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. നിങ്ങൾക്കത് നന്നായിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് വൺസ് യു കൺസ്യൂം ദാറ്റ് നിങ്ങൾക്ക് ഒരു ഫുൾ ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. സോ വിശക്കത്തും ഇല്ല. സോ അതൊരു ബൂസ്റ്റ് ഓഫ് ന്യൂട്രിയൻസ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനിൽ ഉപയോഗിക്കുന്നത്. സോ ആസ് വി റാപ്പ് അപ്പ്, ഐ വിൽ എൻകറേജ് യു ടു ലുക്ക് അറ്റ് ദ റിസർച്ച് ആർട്ടിക്കിൾസ് ആൻഡ് സ്റ്റഡീസ്. ഞാൻ താഴെ കൊടുത്തേക്കാം അതിന്റെ ലിങ്ക്സും. കയറി നോക്കി കഴിയുമ്പോൾ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ചിയ സീഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് കാര്യങ്ങളും കൊടുത്തേക്കാം, ആർട്ടിക്കിൾസും കൊടുത്തേക്കാം. സോ യു ജസ്റ്റ് ഗോ ത്രൂ ദ ആർട്ടിക്കിൾസ്, യു വിൽ ലേൺ മോർ അബൌട്ട് ചിയ സീഡ്സ്. എങ്ങനെയാണ് റിസർച്ച് നടത്തിയിരിക്കുന്നത്, സോ ഹൗ ദ കൺസെപ്ഷൻ ഇസ് ഡൺ. സോ ഓൾ ദോസ് തിങ്സ് വുഡ് ബി ഓൺ ദ റിസർച്ച് ആർട്ടിക്കിൾസ്. ഐ എൻകറേജ് യു ടു go and look into it. So guys, വീഡിയോ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ മോർ കണ്ടന്റ്. Thanks for watching. Remember, your journey to health and fitness starts with small, mindful choices. So stay healthy, stay fit. See you next video. Bye.